അമൽ നീരദിന്റെ ഡയറക്ഷനിൽ 2012 റിലീസിനെത്തിയ മലയാളത്തിലെ ഒരു ഡിഫറെന്റ് സ്റ്റൈലിഷ് പടമായിരുന്നു ബാച്ചിലർ പാർട്ടി. കിടുകു പടമാണ്. പക്ഷെ പടം അന്നത്ര വിജയമായിരുന്നില്ല. എങ്കിലും നല്ല ഫാൻ ബേസ് ഉള്ള ഒരു പടമാണ്. ഇപ്പോ ബാച്ചിലർ പാർട്ട് റിലീസായി 13 വർഷത്തിന് ശേഷം ബാച്ചിലർ പാർട്ടിക്ക് ഒരു സെക്കൻഡ് പാർട്ട് വരുന്നു. പടം ഇന്ന് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തു. പടത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ ഇപ്പോ പുറത്തുവിട്ടിട്ടുണ്ട്. പടത്തിന്റെ പേര് ബാച്ചിലർ പാർട്ടി ഡ്യൂക്സ്. ബാച്ചലർ പാർട്ടിയുടെ ഒരു ഡയറക്റ്റ് സെക്കൻഡ് പാർട്ട് ഒന്നുമല്ല, ഒരു സ്പിരിച്വൽ സീക്വൽ ആണ്. ഈ സ്പിരിച്വൽ സീക്വൽ എന്ന് വെച്ചാൽ കഴിഞ്ഞ പടത്തിലെ ക്യാരക്ടേഴ്സോ കഥയോ ഒന്നും അല്ലാതെ പടത്തിന്റെ അതേ മോഡിൽ വരുന്ന പുതിയൊരു പടം. ഈ രാഘവ ലോറൻസിന്റെ കാഞ്ചന സീരീസ് ഒക്കെ പോലെ പഴയ ക്യാരക്ടേഴ്സിന് പകരം അവരുടെ പേരിൽ പുതിയ ആൾക്കാരായിരിക്കും ഇതില്. കാസ്റ്റ് ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. പടം അനൗൺസ് ചെയ്ത സ്ഥിതിക്ക് ഉടനെ ഉണ്ടായിരിക്കും. എന്തായാലും പടത്തിലെ മെയിൻ ലീഡിൽ വരുന്നത് 5 പേരാണ്. അതിൽ 2 പേര്, ഒന്ന് ടൊവിനോയും മറ്റൊന്ന് നസ്ലിനുമാണ്. ബാക്കി വഴിയെ അറിയാം. സർവം മായ. നിവിൻ പോളി നായകനാക്കി അഖിൽ സത്യൻ ഡയറക്ട് ചെയ്ത ഹൊറർ കോമഡി ഫീൽ ഗുഡ് പടമാണ് സർവം മായ. നിവിന്റെ കംബാക്ക് പടം. പടം ഇപ്പോ വലിയ വലിയ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജനറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ. പടം ഇതുവരെ 125 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ നിന്നും 60 കോടിക്ക് മുകളിലും. കളക്ഷൻ വൈസ് സർവമായ ഉടനെ തന്നെ മലയാളത്തിലെ ടോപ്പ് 10 കയറും. കത്തനാർ. മലയാളത്തിൽ നിന്നും വരാനിരിക്കുന്നതിൽ ഏറ്റവും വലിയ സിനിമയാണ് ജയസൂര്യയുടെ കത്തനാർ. വലിയ പടമാണ്. ഒരുപാട് ഭാഷകളാണ് ഈ പടം റിലീസ് ആവുന്നത്. 2026 തന്നെ ഈ പടത്തിന്റെ റിലീസ് ഉണ്ടായിരിക്കും. ഇപ്പോ ഈ പടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. കത്തനാർ ഓൾറെഡി ഒരു വലിയ സിനിമയാണ്. അതിന്റെ കൂടെ ഒരു സർപ്രൈസ് ക്യാമിയോ കൂടി ഈ പടത്തിൽ ഉണ്ടായിരിക്കും. കത്തനാർ സിനിമയിൽ ഒരു ചെറിയ ക്യാമിയോ റോളിൽ നമ്മുടെ ലാലേട്ടൻ ഉണ്ടായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒറ്റക്കൊമ്പൻ. സുരേഷ് ഗോപിയുടെ കരിയറിലെ ഏറ്റവും വലിയ പടം. ഒരു കംബാക്കിന് പ്രതീക്ഷയുള്ള പടം. ഇപ്പോ ഈ പടത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ക്യാമിയോ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അതും ലാലേട്ടൻ തന്നെയാണ്. ഒറ്റക്കൊമ്പൻ സിനിമയിലും ലാലേട്ടൻ ഒരു ക്യാമിയോ റോൾ എത്തുമെന്നാണ് അപ്ഡേറ്റ് വരുന്നത്. ലാലേട്ടൻ ക്യാമിയോ കൊണ്ട് ആദായ വിൽപ്പന തുടങ്ങിയ. കണ്ണൂർ സ്ക്വാഡ്. 2023 റിലീസിനെത്തിയ മമ്മൂക്ക പടമായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. റോണി വർഗീസ് ഡയറക്ഷൻ, പിന്നെ മമ്മൂട്ടി കാമ്പുരയുടെ നിർമ്മാണം. വലിയ ഹൈപ്പോ കാര്യങ്ങളൊന്നുമില്ലാതെ ആ ടൈമിൽ റിലീസ് ചെയ്ത പടമായിരുന്നു ഈ പടം. പക്ഷെ പടം കത്തിക്കേറി ഏതാണ്ട് 80 കോടിക്കടുത്ത് കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ പടം വലിയൊരു ബ്ലോക്ക് ബസ്റ്ററായി. ഇപ്പോ കണ്ണൂർ സ്ക്വാഡ് റിലീസായി 3 വർഷം ആകാറാകുമ്പോൾ ഈ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. കണ്ണൂർ സ്ക്വാഡിന് ഒരു സീക്വൽ, അതായത് ഒരു സെക്കൻഡ് പാർട്ട് വരാൻ പോവാണ്. അപ്ഡേറ്റ് കൺഫേം ആണ്. ഈ വർഷം തന്നെ പടത്തിന്റെ പരിപാടികൾ ആരംഭിക്കാൻ പോകുവാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പൊ 2026 ജനുവരി 10-നുള്ളിൽ മമ്മൂക്കയുടെ 3 പടത്തിന്റെ സീക്വലാണ് ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക്, കസബ, ദൈപ്പോ, കണ്ണൂർ സ്ക്വാഡും. അടുത്തത് ഒരു ബേസിൽ ജോസഫ് പടമാണ്. ആക്ടറായിട്ടല്ല, വീണ്ടും ഡയറക്ടറായി. കുഞ്ഞിരാമായണം, ഗോദ, മിന്നൽ മുരളി. ഈ സിനിമകൾക്കൊക്കെ ശേഷം ബേസിൽ ജോസഫിന്റെ ഡയറക്ഷനിൽ വരാൻ പോകുന്ന 4ാമത്തെ പടം. അത് ശക്തിമാൻ ആയിരിക്കില്ല, പകരം ഒരു മമ്മൂക്ക പടമായിരിക്കും. മമ്മൂക്കയുടെ ലീഡിൽ ബേസിൽ ജോസഫ് ഡയറക്ഷനിൽ ഒരു പടം വരാൻ പോകുവാണ്. ആട് 3. MMTയുടെ ഡയറക്ഷനിൽ പാപ്പന് പിള്ളേരും 3ാമതൊരു വരവ് കൂടി വരാൻ പോവാണ്. ഇത്തവണ ചെറിയ പരിപാടികളല്ല, വലിയ വലിയ പരിപാടികളാണ്. കഴിഞ്ഞ 2 ഭാഗങ്ങളെ പോലെ ഒരു സിമ്പിൾ പടം ആയിരിക്കില്ല ആട് 3. ഇത് ടെക്നിക്കലി ഇച്ചിരി വലിയ പരിപാടിയാണ്. വലിയൊരു ജേണൽ ഷിഫ്റ്റ് ഒക്കെ ഉള്ള ഒരു പടമാണ് ആട് 3. ഈ വർഷം മലയാളത്തിൽ ഏറ്റവും വലിയ ഹൈപ്പിൽ വരാൻ പോകുന്ന ഒരു പടം കൂടിയാണ്. അപ്പോ എന്തായാലും ആടിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പോ പാക്കപ്പ് അടിച്ചിട്ടുണ്ട്. പടം ഈ മാർച്ച് 19-ന് വേൾഡ് വൈഡായി റിലീസിനെത്തും. പരാശക്തി. ശിവകാർത്തികേയൻ, ജയൻ രവി, അഥർവ ഇവരുടെ ലീഡിൽ സുധാ കോങ്കര ഡയറക്ട് ചെയ്ത പീരിയോഡിക് സിനിമയായിരുന്നു പരാശക്തി. പടം ഇന്നലെ റിലീസായി. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമ ആയതുകൊണ്ടായിരിക്കും വലിയ രീതിയിലുള്ള മിക്സഡ് നെഗറ്റീവ് റിവ്യൂസ് ആണ് പടത്തിന് വന്നിരുന്നത്. അത് പടത്തിന്റെ FDAയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പൊങ്കലിന് സോളോ റിലീസ് കിട്ടുമെന്ന് പറയുന്നത് തന്നെ ലക്ക. പക്ഷെ എന്നിട്ടും ഫസ്റ്റ് ഡേ പടം നേടിയ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് 27 കോടിക്ക് അടുത്ത് മാത്രമാണ്. അന്ന് ശിവകാർത്തികന്റെ അമരൻ തന്നെ ഏതാണ്ട് 35 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പരാശക്തി എടുത്താൽ ഫസ്റ്റ് ഡേ തന്നെ വീണ മട്ടാണ്. പിന്നെ സെൻസർ ഡിലേ, ബുക്കിംഗ് ഡിലേ, ഇതൊക്കെ പടത്തിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഓവർസീസിലൊക്കെ അമരനെ ബീറ്റ് ചെയ്തു. എന്നിരുന്നാലും ഓവറോൾ പടം പ്രതീക്ഷിച്ച രീതിയിൽ പൊങ്ങിയില്ല. ഇപ്പൊ നല്ല രീതിയിൽ പടത്തിന് നെഗറ്റീവ് വരുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതത്ര മോശം പടമൊന്നുമല്ല. പടം ഭയങ്കര ഫ്ലാറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലാഗും ഉണ്ട്. പിന്നെ ഒരു യഥാർത്ഥ സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ പടം എടുത്തിട്ടുള്ളത്. അപ്പോ അതിൽ മാസ് കുത്തിക്കയറ്റുന്നതിനും ഒരു പരിധിയുണ്ട്. പിന്നെ ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല ഈ പടം കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പടം എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല. പിന്നെ ഒരുപാട് വരുന്ന കമന്റാണ് സൂര്യയുടെ ഒരു ഗ്രേറ്റ് എസ്കേപ്പ് എന്നൊക്കെ. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പടം സൂര്യയാണ് ചെയ്തിരുന്നെങ്കിൽ
ഈ പടത്തിന്റെ ഔട്ട്പുട്ട് മറ്റൊരു രീതിയിലായിരിക്കും. പടം കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആയിട്ട് പക്കയായിട്ട് കിട്ടിയാനെ. സൂര്യയുടെ കയ്യിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഈ പടം സർവൈവ് ചെയ്യും. കാര്യം ഈ പടത്തിന്റെ സോൺ എന്ന് പറയുന്നത് സൂര്യയുടെ ഏരിയ ചെയ്തിരുന്നെങ്കിൽ സൂര്യക്ക് ഇതൊരു നല്ല സിനിമ ആയിരുന്നാണ്. പിന്നെ പുള്ളി ഈ പടം ചെയ്യാതിരുന്നത് നോർത്ത് മാർക്കറ്റ് പേടിച്ചിട്ടൊന്നുമല്ല. പുള്ളി ഫാമിലി ആയിട്ട് താമസിക്കുന്നത് മുംബൈയിലാണ്. അതുകൊണ്ട് ഈ പടം ചിലപ്പോ ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടും, അതാണ് കാരണം. പിന്നെ സൂര്യ വെച്ച് 1965 പുറനാണൂർ എന്ന രീതിയിൽ ചേരുന്ന രീതിയിലല്ല സുധാ കൊങ്കർ ഇപ്പൊ പരാശക്തി ചെയ്തത്. പുറനാണൂരിൽ നിന്ന് കഥയിൽ മാറ്റങ്ങൾ വരുത്തിയാണ് പരാശക്തി ചെയ്തത്. ശരിക്കും ഈ 1965 കലാപം എന്ന് പറയുന്നത് നമ്മൾ ഈ പടത്തിൽ കണ്ടതിനേക്കാളും ഭീകരമാണ്. സൂര്യ ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ലെവലിൽ കിട്ടിയാനെ. എന്നിട്ട് അത് കളഞ്ഞിട്ട് പോയി ചെയ്തത് റെട്രോയും കറുപ്പും. സൂര്യ 47 സൂര്യ നായകനാക്കി ജിത്തു മാധവൻ ഡയറക്ട് ചെയ്യുന്ന പടമാണ് സൂര്യ 47. പടത്തിന്റെ ഷൂട്ട് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യ ഒഴികെയുള്ള ഭാഗങ്ങളുടെ ഷൂട്ടാണ് ഇപ്പോ നിലവിൽ നടക്കുന്നത്. ഇപ്പൊ ഈ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഇതൊരു പ്രോപ്പർ മലയാള പടം പോലൊരു തമിഴ് പടമാണ്. ഈ പടത്തിൽ 2 മലയാളം പാട്ടുകളുണ്ട്. സൂര്യ പടത്തിലെ മലയാളം പാട്ടുകളൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ ഈ പടത്തിന്റെ ടൈറ്റിൽ പ്രൊമോ ഈ പൊങ്കലിന് വരുമെന്നായിരുന്നു അപ്ഡേറ്റ് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പൊങ്കലിന് സൂര്യ 47 ടൈറ്റിൽ പ്രൊമോ ഉണ്ടായിരിക്കില്ല. പകരം കറുപ്പ് റിലീസ് ഡേറ്റ് അല്ലെങ്കിൽ സൂര്യ 46 ടൈറ്റിൽ ഗ്ലിംസ്, ഇത് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ജനനായകൻ ഇന്ന് ജനുവരി 11. ഈ കണ്ട പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ പടമൊക്കെ കണ്ട് കളക്ഷനൊക്കെ നോക്കിയിരിക്കായിരുന്നു. പക്ഷെ ഇപ്പോ ഈ അടുത്തെങ്കും പടത്തിന്റെ റിലീസ് ഇല്ലാത്ത മട്ടാണ്. അമ്മാതിരി പണിയാണ് പടത്തിനിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജനനായകൻ ജനുവരി റിലീസ് ഉണ്ടായിരിക്കില്ല. കാരണം അടുത്ത ഹിയറിംഗ് ജനുവരി 21 അതിൽ വീണ്ടും സ്റ്റേക്ക് സാധ്യതയുണ്ട്. കേസ് സുപ്രീം കോർട്ടിലും പോകും. അങ്ങനെ ജനുവരിയിലും പടത്തിന് റിലീസ് അനുമതി കിട്ടിയില്ലെങ്കിൽ പടത്തിന് ഫെബ്രുവരിയിൽ ഇട്ട് 8ന്റെ പണി 16 കിട്ടും. ആ പണി കിട്ടിക്കഴിഞ്ഞാൽ ജനനായകൻ പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് ഏപ്രിൽ അല്ലെങ്കിൽ മെയ്യിൽ നോക്കിയാൽ മതി. അമ്മാതിരി പണിയാണ്. ഇവന്മാര് കേസരി എന്നാണോ റീമേക്ക് ചെയ്തത്? മിരുതൻ 2 2016 റിലീസിനെത്തിയ ജയൻ രവി സിനിമയായിരുന്നു മിരുതൻ. ശക്തി സൗന്ദരരാജനായിരുന്നു പടം സംവിധാനം ചെയ്തിരുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും കരിയർ ബെസ്റ്റ് സിനിമയായിരുന്നു മിരുതൻ. തമിഴിലെ ആദ്യത്തെ സോംബി പടം. ഈ ജേണറിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന പടം. പീക്ക് എന്ന് പറഞ്ഞാൽ പീക്ക് പടം. അന്നൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു മിരുതൻ. ഭയങ്കര ഫാൻ ബേസ് ഉണ്ട് ഈ പടത്തിന്, മെയിനായിട്ടും ഇങ്ങ് കേരളത്തില്. പക്ഷെ എന്തൊക്കെ വലിയ സംഭവമാണെന്ന് പറഞ്ഞാലും എല്ലാരും കൂടി പൊട്ടിച്ച് കൈ കൊടുത്തു. ബോക്സ് ഓഫീസിൽ ഒരു വിജയമാകാഞ്ഞത് കൊണ്ടായിരിക്കണം സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടും പിന്നെ അതിനെപ്പറ്റി അവര് ചിന്തിച്ചതേ ഇല്ല. പക്ഷെ ഒരു 2020 ശേഷമാണ്, അതായത് കോവിഡ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പടം കണ്ടത്. അതിനുശേഷം ഈ പടത്തിന് വലിയ രീതിയിൽ ഫാൻ ബേസ് ഉണ്ടായി. മിരുതൻ 2 ട്വിറ്ററിൽ ട്രെൻഡിങ്ങിൽ വരെ കയറി. അങ്ങനെയാണ് ഡയറക്ടറും ജയൻ രവി മിരുതൻ 2 സംഭവിക്കുമെന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തത്. അത് പറഞ്ഞ് 3 വർഷത്തിന് ശേഷമാണ് ഒഫീഷ്യലായിട്ട് ഒരു അപ്ഡേറ്റ് സിനിമയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്ഡേറ്റ് തന്നത് വേറെ ആരുമല്ല, ജയൻ രവി തന്നെയാണ്. ഇപ്പോ പരാശക്തിയുടെ പ്രൊമോഷൻ പരിപാടിയിൽ വെച്ച് ജയൻ രവി മിരുതൻ 2 പറ്റി ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട്. ഡയറക്ടർ ശക്തി സൗന്ദരരാജൻ ഇപ്പോ മിരുതൻ 2 സ്ക്രിപ്റ്റ് വർക്കിലാണ്. പടത്തിന്റെ സ്ക്രിപ്റ്റ് പരിപാടികൾ ഫൈനൽ സ്റ്റേജിലാണ്. ഈ വർഷം തന്നെ പടത്തിന്റെ പരിപാടികൾ ആരംഭിക്കും. 2026 തന്നെ മിരുതൻ 2 അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കും. അങ്ങനെ സംഭവിച്ച, അതായത് മിരുതൻ 2 വന്നാൽ അത്യാവശ്യം നല്ല പടമാണെങ്കിൽ ജയൻ രവിയുടെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗും ഫൈനലും ഈ പടത്തിൽ കിട്ടും. പിന്നെ തനിയൊരു 2 മുമ്പ് മിക്കവാറും മിരുതൻ 2 സംഭവിക്കും.